നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വീണ്ടും തലപൊക്കിയിരിക്കുന്ന ഒരു വിവാദ വിഷയമാണ് മതപരിവർത്തനം. മതപരിവർത്തനത്തെക്കുറിച്ചുള്ള വാദങ്ങളും സംവാദങ്ങളും രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്നു. കർ വാപ്പസി പോലെയുള്ള ക്യാമ്പയിനുകളും മതപരിവർത്തനത്തിനെതിരെ സജീവമാണ്. മതപരിവർത്തനത്തെയും മതപ്രചരണത്തെയും എതിർക്കുന്ന ഗോപാലകൃഷ്ണനെ പോലെയുള്ള ക്രൈസ്തവ വിരോധികൾ പറയുന്നത് കേട്ടാൽ തോന്നും ക്രൈസ്തവ മിഷണറിമാരാണ് മതപരിവർത്തനം ഈ നാട്ടിൽ തുടങ്ങിവെച്ചത് എന്ന്. ഈ സാഹചര്യത്തിൽ മതപരിവർത്തനത്തിന്റെ ചരിത്രം എന്താണെന്നും ഭാരതത്തിൽ മതപരിവർത്തനം എങ്ങനെ തുടങ്ങി എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചരിത്രാന്വേഷണമാണ് ഇവിടെ നടത്തുവാൻ ശ്രമിക്കുന്നത്. ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ എത്തുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മതപ്രചരണവും മതപരിവർത്തനവും ഈ നാട്ടിൽ നടന്നിരുന്നു. പ്രാചീന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്കാരമായ സിന്ധു നദീതട സംസ്കാരം മുതലാണ് ഇന്ത്യയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ആര്യന്മാർ ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിനും 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് സിന്ധു നദീതടത്തിലും രാജസ്ഥാൻ, കാഞ്ചി, ഗുജറാത്തിലെ ലോത്തൽ, രാഗ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂർ, ചെങ്കൽപ്പേട്ട്, മൈസൂർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നിങ്ങനെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടന്നതായ ഒരു മഹത്തായ സംസ്കാരമായിരുന്നു ദ്രാവിഡ സംസ്കാരം. വിശ്വാസത്തിന്റെയോ ആചാരാനുഷ്ഠത്തിന്റെയോ ക്രമീകൃതമായ ഒരു വ്യവസ്ഥ അന്നുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിന്റെ അവശിഷ്ടങ്ങളായി ലഭിച്ച മുദ്രകളിലും രൂപങ്ങളിലും ചില മൃഗങ്ങളും ജന്തുക്കളുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. സൈന്ധവ നാഗരികത എന്ന പുസ്തകത്തിൽ ഇർഫാൻ ഹബീബ് പേജ് 87 പറയുന്നത്, പിൽക്കാലത്തുണ്ടായ ദേവതാ സങ്കല്പങ്ങളോടും രൂപങ്ങളോടും യാതൊരു ബന്ധവുമില്ലാത്ത നിലയിലാണ് ദ്രാവിഡ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളായി ലഭിച്ച രൂപങ്ങൾ. വേദകാലഘട്ടത്തിലെ ഋഗ്വേദ മതവിശ്വാസങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ ഇവയ്ക്ക് യാതൊരു സാമ്യവുമില്ല. ദ്രാവിഡ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദ്രാവിഡർക്ക് ഒരു പ്രത്യേക മതം ഉണ്ടായിരുന്നില്ല, ആചാരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രകൃതിയെ ആരാധിക്കുന്നവരായിരുന്നു ദ്രാവിഡന്മാർ. ദ്രാവിഡർക്ക് യാഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിന്റെ അവശിഷ്ടങ്ങളായ മുദ്രകളും ചെമ്പുകൊണ്ടുള്ള പതക്കങ്ങളും നൽകുന്ന തെളിവുകൾ സിന്ധു സംസ്കാരത്തിലെ ദേവതകൾ മൃഗരൂപികൾ ആയിരുന്നു എന്നാണ്. പോത്ത്, ആന, കാള, കാണ്ടാമൃഗം തുടങ്ങിയ മൃഗങ്ങൾ. എന്നാൽ ഋഗ്വേദത്തിലെ ദേവതാ സങ്കല്പങ്ങളെല്ലാം തന്നെ മനുഷ്യാകൃതിയോട് കൂടിയതാണ്. ഭാരതീയ മതസംഗ്രഹം എന്ന പുസ്തകത്തിൽ ആർ കൃഷ്ണൻകുട്ടി പേജ് 28 പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും കുറഞ്ഞത് 1500 മുതൽ 2000 വർഷം വരെയെങ്കിലും ദ്രാവിഡ സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നു എന്നാണ്. ആ കാലഘട്ടത്തിലാണ് BC 2000 മധ്യ ഏഷ്യയിൽ നിന്നും ആര്യന്മാർ പ്രാചീന ഭാരതത്തിലെത്തുന്നത്. ആര്യന്മാരുടെ കാലമാകുമ്പോൾ യാഗം കഴിക്കലാണ് പ്രധാന കർമ്മം. പശു, ആട്, കുതിര, പോത്ത് തുടങ്ങിയ മൃഗങ്ങളും സോമം എന്ന മദ്യവും യാഗത്തിൽ ഉപയോഗിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷത, ആര്യന്മാർക്ക് വിഗ്രഹാരാധനയോ ക്ഷേത്രങ്ങളോ ഉണ്ടായിരുന്നില്ല. ആര്യന്മാരുടെ ആധിപത്യം ഉണ്ടായതോടുകൂടി അതുവരെ ഇവിടെ ഇല്ലാതിരുന്ന ജാതി വ്യവസ്ഥിതി ആരംഭിച്ചു. അങ്ങനെ മതപരവും ആചാരപരവുമായ ആദ്യത്തെ മതപരിവർത്തനം ആര്യന്മാരുടെ ആധിപത്യത്തിന് ശേഷം പ്രാചീന ഭാരതത്തിലുണ്ടായി. കിളിരൂരിലെ ശ്രീബുദ്ധൻ എന്ന പുസ്തകത്തിൽ അഡ്വക്കേറ്റ് K. അനിൽകുമാർ പേജ് 20 പറഞ്ഞിരിക്കുന്നത്, ഭാരതത്തിന്റെ ആദ്യ മതം ഹിന്ദുമതമാണെന്നുള്ള പൊതുബോധത്തിന് ചരിത്രത്തിന്റെ പിൻബലമില്ല. മറ്റു മതങ്ങൾ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ വേദങ്ങൾ രൂപപ്പെട്ടിരുന്നു. എങ്കിലും ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, സ്മൃതികൾ, സൂത്രങ്ങൾ എന്നിവയെല്ലാം തന്നെ പിന്നീടുണ്ടായതാണ്. സിന്ധു നദീ സംസ്കാരത്തിന്റെ ഭാഗമായുണ്ടായിരുന്ന മതസങ്കല്പത്തിന് ബ്രാഹ്മണ മതവുമായി, അതായത് ഇന്നത്തെ ഹിന്ദു മതവുമായി ഒരു ബന്ധവുമില്ല എന്ന് ഡോക്ടർ K. സുഗതൻ ബുദ്ധനും നാടുഗുരുവും എന്ന പുസ്തകത്തിൽ പേജ് 77 പറഞ്ഞിരിക്കുന്നു. ദ്രാവിഡ സംസ്കാരത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ സ്ത്രീ ദേവതകൾക്കും പ്രകൃതി വന്ദനത്തിനുമാണ് പ്രാധാന്യം. എന്നാൽ ആര്യന്മാരുടെ കാലമായ വേദകാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്ദ്രൻ, വരുണൻ, മിത്രൻ, അശ്വിനി ദേവതകൾ, സൂര്യൻ, പ്രജാപതി, അഗ്നി എന്നിവരാണ് പ്രധാന ദേവതകൾ. പിന്നീട് കാലക്രമത്തിൽ ഭഗവതി, ദുർഗ, കാളി, സരസ്വതി, ലക്ഷ്മി എന്നീ ദേവതകൾക്ക് പ്രാധാന്യമുണ്ടായി. എന്നുവെച്ചാൽ ദൈവങ്ങളുടെ കാര്യത്തിൽ പോലും ഒരു മതപരിവർത്തനമുണ്ടായി. വേദങ്ങളിൽ ദേവന്മാർക്കാണ് പ്രാധാന്യം, ദേവിമാർക്കല്ല. ശിവനെ പറ്റിയുള്ള ഒരൊറ്റ സ്തോത്രം പോലും ഋഗ്വേദത്തിലില്ല. അതുപോലെ ദേവീ പൂജയും ലിംഗപൂജയും വേദങ്ങളിലില്ല.
എന്നാൽ ഉപനിഷത്തുക്കളുടെ കാലമാകുമ്പോഴേക്കും വേദ കാലഘട്ടത്തിലെ ദൈവങ്ങളുടെ സ്ഥിതി തികച്ചും ദയനീയമായി തീർന്നു എന്ന് ഇന്ത്യയുടെ ആത്മാവ് എന്ന പുസ്തകത്തിൽ കെ ദാമോദരൻ പേജ് 48 പറഞ്ഞിരിക്കുന്നു. ചില ദൈവങ്ങൾക്ക് എന്നേക്കുമായി വംശനാശം സംഭവിച്ചു. വേദങ്ങളിലെ പല ദൈവങ്ങൾക്കും ഇന്ന് മാർക്കറ്റില്ല. ഇന്നുള്ള പല ദൈവങ്ങളെയും വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ കാണാൻ പോലുമില്ല. അതായത് ദ്രാവിഡ മതത്തിൽ നിന്നും ബ്രാഹ്മണ മതത്തിലേക്ക് ആദ്യത്തെ മതപരിവർത്തനം പ്രാചീന ഭാരതത്തിലുണ്ടായി. ഗോത്രവ്യവസ്ഥയുടെ തകർച്ചയിൽ നിന്നും ഉയർന്നു വന്ന ചാതുർവർണ്ണത്തിന്റെ മതമാണ് വൈദിക മതമെന്ന ബ്രാഹ്മണ മതമെന്ന് കെ ദാമോദരൻ ഭാരതീയ ചിന്തയിൽ പേജ് 142 പറഞ്ഞിരിക്കുന്നു. ചാതുർവർണ്ണത്തിന്റെ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥിതിയുടെ പ്രാരംഭ ദശയിൽ ബ്രാഹ്മണരും ക്ഷത്രിയരും പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് ശക്തിപ്പെട്ടത്. പക്ഷേ കാലക്രമത്തിൽ രാജാവിന്റെ ശക്തി വർദ്ധിക്കുന്നത് ബ്രാഹ്മണനും ബ്രാഹ്മണന്റെ ശക്തി വർദ്ധിക്കുന്നത് രാജാവിന് സഹിച്ചില്ല. ജാതി വ്യവസ്ഥിതി ഇല്ലാതിരുന്ന സമൂഹത്തിലെ സമത്വവും സാഹോദര്യവും ഓർമ്മ മാത്രമായി തീർന്നു. ദക്ഷിണകളുടെയും വഴിപാടുകളുടെയും രൂപത്തിൽ പശുക്കളും മറ്റു സ്വത്തുക്കളും ബ്രാഹ്മണ പുരോഹിതന്മാരുടെ കയ്യിൽ കേന്ദ്രീകരിക്കുന്ന നിലയിലായി അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി. വേദപ്രമാണങ്ങളും മതകർമ്മങ്ങളും തങ്ങളുടെ കുത്തക അവകാശമാക്കി വയ്ക്കുവാനും തങ്ങൾക്ക് തന്നെ കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളും നേടിയെടുക്കുവാനുമാണ് സവർണർ അല്ലെങ്കിൽ ബ്രാഹ്മണന്മാർ ശ്രമിച്ചത്. അപ്പോൾ മനുഷ്യനെ മതത്തിന്റെ പേരിൽ പറഞ്ഞു പറ്റിച്ചും മതം മാറ്റിയതും അവരെ ചൂഷണം ചെയ്തതും ഇവിടുത്തെ സവർണന്മാരായിരുന്നു, ഇവിടുത്തെ ക്രൈസ്തവരല്ലായിരുന്നു. ഇങ്ങനെ ബ്രാഹ്മണ മേധാവിത്വം സാധാരണക്കാർക്ക് മാത്രമല്ല ക്ഷത്രിയ വൈശ്യ സമൂഹത്തിൽപ്പെട്ടവർക്ക് പോലും അസഹനീയമായി തീരുകയും മതത്തിന്റെ ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും മനുഷ്യന്റെ ആത്മീക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ബ്രാഹ്മണ മതത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒട്ടനവധി പുതിയ ദാർശനിക പ്രസ്ഥാനങ്ങൾ പ്രാചീന ഭാരതത്തിൽ ഉയർന്നു വന്നത്. ഇതിൽ ബുദ്ധമതത്തിനായിരുന്നു ജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുവാനും ആകർഷിക്കുവാനും കഴിഞ്ഞത്. ബ്രാഹ്മണ സംസ്കാരം സാമൂഹികവും മതപരവും ആത്മീയവുമായ അധപ്പതനത്തിലും അനാചാരത്തിലും അധപ്പതിച്ച പശ്ചാത്തലത്തിലാണ് ശ്രീബുദ്ധൻ തന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് ശേഷം രാജഭരണമേൽക്കുവാനിരുന്നവൻ സ്വന്തം മതത്തിലെ അനാചാരങ്ങളും ലോകത്തിന്റെ തിന്മകളിലും ദുരിതങ്ങളിലും മനമെടുത്ത് 29-ാം വയസ്സിൽ സകല സുഖങ്ങളും വെടിഞ്ഞ് സത്യവും മോചനവും തേടിയിറങ്ങി. അലാർ കർമ്മൻ, ഉദ്രകരാമപുത്രൻ എന്നീ ഗുരുക്കന്മാരുടെ അടുക്കൽ നിന്നും യോഗവിദ്യ അഭ്യസിച്ചു. എന്നിട്ടും അസംതൃപ്തനും അസന്തുഷ്ടനുമായ താൻ കഠിന തപസ്സനുഷ്ഠിക്കുവാൻ തുടങ്ങി. 36-ാമത്തെ വയസ്സിൽ ഇന്ന് നാം അറിയുന്ന ശ്രീബുദ്ധനുണ്ടായി. സിദ്ധാർത്ഥൻ എന്നായിരുന്നു തന്റെ ആദ്യത്തെ പേര്. ശ്രീബുദ്ധൻ മതവും മാറി, പേരും മാറി. ഇവിടെ മതപണ്ഡിതരുടെ കുപ്പായമണിഞ്ഞ പലരും പറയുന്നത് ഹിന്ദുമതവും ബുദ്ധമതവും ഒന്നു തന്നെയാണ് എന്നാണ്. അത് ഈ രണ്ട് മതങ്ങളെക്കുറിച്ചും അവർക്ക് കാര്യമായ അറിവില്ലാത്തതുകൊണ്ട് പറയുന്ന ഒരു അബദ്ധമാണ്. ശ്രീബുദ്ധൻ ബ്രാഹ്മണ മതത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ശ്രീബുദ്ധൻ ജീവിതം ദർശനം മതം എന്ന പുസ്തകത്തിൽ ഡോക്ടർ VS വാര്യർ എഴുതിയിരിക്കുന്നത് ചാതുർവർണ്ണത്തിന്റെ തിക്തഫലമായി ജനജീവിതം കൂടുതൽ ദുസ്സഹമായി. ശൂദ്രരടക്കമുള്ള താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവരെ സമുദായത്തിന്റെ മുഖ്യധാരയിൽ നിന്നും പൂർണ്ണമായി അകറ്റി നിർത്തി ഇവിടെ ഉണ്ടായിരുന്ന സവർണന്മാർ. സാധാരണക്കാർ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആട്, മാട് തുടങ്ങിയവയെ ബ്രാഹ്മണർ ബലമായി പിടിച്ചുകൊണ്ടുപോകുമായിരുന്നു. എതിർക്കുന്നവരെ ചാട്ടവാറുകൊണ്ട് അടിക്കുകയോ തൂക്കിലേറ്റുകയോ ചെയ്യുമായിരുന്നു. ഈ സാമൂഹികവും രാഷ്ട്രീയവുമായ പശ്ചാത്തലത്തിലായിരുന്നു ബുദ്ധമതത്തിന്റെ ഉദയം. ഡോക്ടർ അംബേദ്കർ എഴുതിയ ബുദ്ധിസ്റ്റ് റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ വേദങ്ങളെ ഉപയോഗശൂന്യമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീബുദ്ധൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നാണ് പറഞ്ഞത്. ബ്രാഹ്മണ മേധാവിത്വത്തെ ശ്രീബുദ്ധൻ അംഗീകരിച്ചില്ല. യാഗവ്യവസ്ഥയും ഈശ്വരവിശ്വാസവും തള്ളിക്കളഞ്ഞു. താഴ്ന്ന ജാതിക്കാരെ അടിച്ചമർത്തലിന്റെയും അപമാനത്തിന്റെയും തുറങ്കിലടച്ച ജാതി വ്യവസ്ഥയിൽ വീർപ്പുമുട്ടിയ ബഹുഭൂരിപക്ഷം ആളുകൾക്കും സ്വാതന്ത്ര്യത്തിന്റെ വാതായനമായിരുന്നു ബ്രാഹ്മണ മേധാവിത്വത്തെ തള്ളിക്കളഞ്ഞ ബുദ്ധമതം തുറന്നിട്ടത്. ബ്രാഹ്മണ മേധാവിത്വത്തോടുള്ള പ്രതിഷേധമായി ബുദ്ധമതം രൂപപ്പെടുകയും ബ്രാഹ്മണ മതത്തിന്റെ സ്വാധീനതയും പ്രസക്തിയും കുറച്ചു കാലത്തേക്കെങ്കിലും നഷ്ടപ്പെടുകയും ചെയ്തു. പുതിയ ഒരു മതത്തിന് തുടക്കം കുറിച്ച ശ്രീബുദ്ധൻ 522 BC കാശിക്കടുത്തുള്ള സാരനാഥിൽ ആദ്യമായി തന്റെ പുതിയ മതം ലോകത്തിന് മുമ്പാകെ പ്രഖ്യാപിക്കുകയും മതപ്രചരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. തന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി സന്യാസിമാരുടെ സംഘങ്ങൾ അല്ലെങ്കിൽ മിഷണറി സംഘങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. തന്റെ പാരമ്പര്യ മതം ഉപേക്ഷിക്കുകയും മറ്റൊരു മതം രൂപീകരിക്കുകയും ചെയ്യുക മാത്രമല്ല, മതത്തെ പ്രചരിപ്പിക്കുകയും മതം മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയും അനേകരെ മതം മാറ്റുകയും ചെയ്തു ശ്രീബുദ്ധൻ.
അങ്ങനെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഔദ്യോഗികമായ ഒരു മതം മാറ്റത്തിനും മതപ്രചരണത്തിനും തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു ശ്രീബുദ്ധൻ. പിന്നീട് നാം പ്രാചീന ഭാരതത്തിന്റെ ചരിത്രത്തിൽ കാണുന്ന ഏറ്റവും പ്രസക്തമായ ഒരു മതപരിവർത്തനമാണ് ജൈനമതത്തിന്റെ അവസാന തീർത്ഥങ്കരൻ അല്ലെങ്കിൽ പ്രവാചകനായിരുന്ന മഹാവീരന്റെ മതം മാറ്റം. ജൈനമതം ഉണ്ടായി 250 വർഷങ്ങൾക്ക് ശേഷം വൈശാലി ദേശത്ത് ക്ഷത്രിയ രാജാവായിരുന്ന സിദ്ധാർത്ഥന്റെ മകനായി മഹാവീരൻ BC 599 ജനിച്ചു. വർദ്ധമാനൻ എന്നായിരുന്നു തന്റെ ആദ്യത്തെ പേര്. 30-ാം വയസ്സിൽ ബ്രഹ്മചര്യത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഒരു തീർത്ഥാടകനായി തന്റെ ജീവിതം ആരംഭിച്ചു. 42-ാമത്തെ വയസ്സിൽ ഇന്ന് നാം അറിയുന്ന ജൈന മഹാവീരനാകുകയും ചെയ്തു. താൻ തന്റെ പാരമ്പര്യ മതം ഉപേക്ഷിച്ച് ജൈനമതക്കാരനായി, പേര് മാറി മഹാവീരനായി. പാരമ്പര്യ ബ്രാഹ്മണ മതത്തെ ഒട്ടും അംഗീകരിക്കാത്ത ഒരു മതമാണ് ജൈനമതം. വേദങ്ങളെ അംഗീകരിക്കാത്ത ജൈനമതം നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമാണ്. യാഗങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മഹാവീരൻ മതം മാറുകയും ജൈനമത വിശ്വാസിയായി തന്റെ പുതിയ മതം പ്രചരിപ്പിക്കുകയും ചെയ്തു. മഹാവീരന്റെ സ്വാധീനത്താൽ അനേകർ തങ്ങളുടെ പാരമ്പര്യ മതം ഉപേക്ഷിച്ച് ജൈനമതത്തിന്റെ അനുയായികളായി. ഏൻഷ്യൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ VD മഹാജൻ പേജ് 175 പറഞ്ഞിരിക്കുന്നത് പോലെ ബിംബീശ്വര രാജാവിന്റെ മകൻ അജയകുമാരൻ ജൈനമതം സ്വീകരിച്ചു. ഇങ്ങനെ നിരവധി രാജാക്കന്മാരും അവരുടെ ദേശനിവാസികളും ബ്രാഹ്മണ മതത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തി ജൈനമതത്തിന്റെ അനുയായികളായി. പിന്നീട് കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു മതപരിവർത്തനമായിരുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊച്ചുമകൻ അശോക ചക്രവർത്തിയുടെ മതപരിവർത്തനം. അശോകനെ കുറിച്ചുള്ള വിവരണങ്ങളിൽ ഏറ്റവും ആവർത്തിച്ച് കാണുന്ന പരാമർശമാണ് ബുദ്ധമതത്തിലേക്കുള്ള തന്റെ മതപരിവർത്തനം. BC 260 തന്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ കലിംഗ യുദ്ധത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തിയ അശോകൻ യുദ്ധക്കെടുതികളും അത് മനുഷ്യകുലത്തിന് വരുത്തിയ ദുരിതങ്ങളും കണ്ട് പശ്ചാത്താപ വിവശനായി. 1500 പേർ അടിമകളായി, 10,000 പേർ കൊല ചെയ്യപ്പെട്ടു. യുദ്ധത്തിന്റെ ഭീകരതകൾ കണ്ട് മനസാക്ഷിക്കുത്തുണ്ടായ അശോകൻ ഒരു രാത്രി കൊണ്ടെടുത്ത തീരുമാനമല്ല തന്റെ മതം മാറ്റം. ആദിമ ഇന്ത്യ ചരിത്രം എന്ന പുസ്തകത്തിൽ റോമിയ ദാപ്പർ പേജ് 250 പറഞ്ഞിരിക്കുന്നത് പശ്ചാത്താപത്തിന് 2 വർഷത്തിന് ശേഷമാണ് താൻ തികഞ്ഞ ബുദ്ധഭക്തനായി തീർന്നത് എന്ന് അശോകൻ തന്നെ ഒരു ലിഖിതത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ്. കാലക്രമത്തിൽ പൂർണ്ണമായും അഹിംസയെ സ്വീകരിക്കുവാൻ ഇത് തന്നെ പ്രേരിപ്പിച്ചു. കേരള സംസ്കാരം എന്ന പുസ്തകത്തിൽ പ്രൊഫസർ S. അച്യുത വാര്യർ പേജ് 43 അശോകന്റെ 13-ാം നമ്പർ ശിലാലിഖിതത്തിൽ അശോകൻ സ്വയം ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതായും ചോള, പാണ്ഡ്യ, താമരപർണി പര്യന്തമുള്ള രാജ്യങ്ങളിൽ മതപ്രചരണം നടത്തിയതായും അഭിമാനപൂർവ്വം പ്രസ്താവിക്കുന്ന കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അശോക ചക്രവർത്തിയുടെ കാലമായിരുന്നു ബുദ്ധമതത്തിന്റെ സുവർണ കാലഘട്ടത്തിന്റെ ആരംഭം. ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലേക്കും താൻ തീർത്ഥയാത്ര പോവുകയും രാജ്യത്തിന്റെ പല ദേശങ്ങളിലേക്കും മിഷണറിമാരെ അയക്കുവാനും അനേകരെ മതപരിവർത്തനം ചെയ്യുവാനും മുൻകൈയെടുക്കുകയും ചെയ്തു. തന്റെ വാഴ്ചയുടെ 17-ാം ആണ്ടിൽ ബുദ്ധഭിക്ഷുക്കളുടെ ഒരു മഹാസമ്മേളനം സംഘടിപ്പിക്കുകയും 10 രാജ്യങ്ങളിലേക്ക് ബുദ്ധഭിക്ഷുക്കളെ അല്ലെങ്കിൽ മിഷണറിമാരെ അയക്കുകയും ചെയ്തു. അശോകൻ തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്ത് ബുദ്ധമതം പ്രചരിപ്പിച്ചു. തന്റെ ഉദ്യോഗസ്ഥരെ മതപ്രചരണത്തിനു വേണ്ടി പല സ്ഥലങ്ങളിലേക്കും അയച്ചു. തന്റെ മകൻ മഹേന്ദ്രനെയും മകൾ സംഘമിത്രയെയും മതപ്രചരണത്തിനു വേണ്ടി ഇന്നത്തെ ശ്രീലങ്ക അല്ലെങ്കിൽ സിലോണിലേക്ക് അയച്ചു. അതിന്റെ ഫലമായി സിലോൺ രാജാവായിരുന്ന റിസയും രാജ്യം മുഴുവനും ബുദ്ധമതം സ്വീകരിച്ചു. മതം മാറുകയും മതപ്രചരണത്തിനും മറ്റുള്ളവരെ മതം മാറ്റുന്നതിനുമായി മിഷണറിമാരെ അയക്കുകയും ചെയ്തു അശോക ചക്രവർത്തി. അന്ന് മതം മാറ്റം ഒരു വിവാദ വിഷയമായിരുന്നില്ല. ടുവേഴ്സ് ആൻ എൻലൈറ്റ്മെന്റ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഡോക്ടർ അംബേദ്കർ പേജ് 145 പറഞ്ഞിരിക്കുന്നത്, നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ തമിഴ്നാട്ടിലെ ദളിത് നേതാവായിരുന്ന പണ്ഡിറ്റ് അയോധി ഭാസ് ശ്രീലങ്കയിൽ പോയി ശ്രീലങ്കൻ ബുദ്ധസന്യാസിയായിരുന്ന അകാലിക ധർമ്മപാലയെയും മറ്റു ബുദ്ധസന്യാസിമാരെയും നേരിൽ കണ്ടു. 1901 തന്റെ അനുയായികളോടൊപ്പം ശാക്യ ബുദ്ധിസ്റ്റ് സൊസൈറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു. 1920കളിൽ പല ദളിത് നേതാക്കളും ബുദ്ധമതത്തോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച മതപരിവർത്തനമായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിരുന്ന ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കറുടെ മതമാറ്റം. മഹർ എന്ന അയിത്ത ജാതിയിൽ ജനിച്ചതുകൊണ്ട് ജാതി വ്യവസ്ഥിതിയുടെ ക്രൂരമായ പീഡനങ്ങളും അവഗണനകളും ചെറുപ്പത്തിൽ തന്നെ നേരിട്ട് അനുഭവിച്ച ആളായിരുന്നു അംബേദ്കർ. തന്റെ ജീവിതം അദ്ദേഹത്തിന് എന്നും ഒരു മുൾമത്തയായിരുന്നു. അതിപൈശാചികമായ ഈ അനുഭവ പരമ്പരകൾ അംബേദ്കറിൽ ഉണ്ടാക്കിയ ആത്മക്ഷതങ്ങളാകാം പിൽക്കാലത്ത് ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തുവാൻ തന്നെ പ്രേരിപ്പിച്ചത്. ജാതി വ്യവസ്ഥയുടെ ഈ കരാള ഹസ്തങ്ങളിൽ നിന്നുള്ള മോചനമായി
ഡോക്ടർ അംബേദ്കർ കണ്ടത് മതം മാറ്റമായിരുന്നു. ജനങ്ങൾ സമത്വത്തിൽ കഴിയുന്നതും എല്ലാവർക്കും തുല്യ അവകാശങ്ങളും പദവികളും അവസരങ്ങളും ലഭിക്കുന്നതുമായ മതമാണ് ശരിയായ മതമെന്നായിരുന്നു ഡോക്ടർ അംബേദ്കറിന്റെ തത്വം. അയിത്തജാതിക്കാരനെ അംഗീകരിക്കുവാൻ വിസമ്മതിച്ച സവർണ സമൂഹം അംബേദ്കറെ പാഠശാലയുടെ ഒരു മൂലയിലേക്ക് തള്ളിമാറ്റി. സഹപാഠികൾ നിർദ്ദയം തന്നെ അകറ്റി നിർത്തി. സാമൂഹികമായ ബഹിഷ്കരണത്തെക്കാൾ ക്രൂരമായിരുന്നു ചില വിഷയങ്ങൾ അയിത്തജാതിക്കാർ പഠിച്ചുകൂടാ എന്നുള്ള വിലക്ക്. ഉദാഹരണമായി, താണജാതിക്കാർ സംസ്കൃതം പഠിച്ചുകൂടാ എന്നതായിരുന്നു അന്നത്തെ നിയമം. അയിത്തജാതിക്കാരുടെ നോട്ട്ബുക്കുകൾ അധ്യാപകർ കൈകൊണ്ട് തൊടുവാൻ വിസമ്മതിച്ചു. 1915 ലോകപ്രസിദ്ധമായ കൊളംബിയ സർവകലാശാലയിൽ നിന്നും MA ബിരുദം നേടിയ അംബേദ്കർ 1917 ബറോഡ രാജാവിന്റെ മിലിറ്ററി സെക്രട്ടറിയായി. ഉന്നത ഉദ്യോഗമുണ്ടായിട്ടും ഒരു കുഷ്ഠരോഗിയേക്കാൾ നികൃഷ്ടനായാണ് സവർണ സമൂഹം അംബേദ്കറെ കണ്ടത്. താമസ സ്ഥലം കണ്ടെത്തുവാൻ പോലും തനിക്ക് കഴിഞ്ഞില്ല. ആളുകൾ ഫയലുകളും പേപ്പറുകളും തന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് തീണ്ടാപ്പാടകലെ മാറി നിൽക്കുമായിരുന്നു. ദാഹം ശമിപ്പിക്കുവാനുള്ള ജലം പോലും തനിക്ക് പലപ്പോഴും ലഭിക്കുമായിരുന്നില്ല. അയിത്ത ജാതിക്കാരനായിരുന്നതിനാൽ ഒരു താമസ സ്ഥലം കണ്ടെത്തുവാൻ പോലും തനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ രാജ്യത്തിന്റെ പാരമ്പര്യ മതത്തിലെ മനുഷ്യത്വരഹിതമായ പീഡനങ്ങളും ക്രൂരതകളും കണ്ട് മടുത്ത താൻ 1935 ഒക്ടോബർ 14 നാസിക്കിലെ പൊതുസമ്മേളനത്തിൽ വെച്ച് ഞാനൊരു ഹിന്ദുവായി മരിക്കയില്ല എന്ന് പ്രഖ്യാപിച്ചു. ഞാൻ എന്തുകൊണ്ട് ഹിന്ദുമതം ഉപേക്ഷിച്ചു എന്ന പുസ്തകത്തിൽ പേജ് 80 വിവരണമാണിത്. ഏത് മതത്തിൽ സമത്വവും സാഹോദര്യവും ഇല്ലയോ ആ മതത്തെ മതമെന്ന് പറയുവാൻ താൻ തയ്യാറല്ലായിരുന്നു. മതം മാറ്റത്തെ എതിർക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്ത ആളുകളോട് താൻ ചോദിച്ച മറുചോദ്യം എന്തുകൊണ്ട് നാം മതം മാറിക്കൂടാ എന്നാണ്. ഹിന്ദുമതം ഉപേക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, മതം മാറ്റത്തിനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഡോക്ടർ അംബേദ്കർ. അംബേദ്കർ ഭൗതിക വിക്ഷോഭത്തിന്റെ അഗ്നിജ്വാല എന്ന പുസ്തകത്തിൽ പോൾ ചിറക്കരോട് പറഞ്ഞിരിക്കുന്നത് 1951 കാഠ്മണ്ഡുവിൽ വെച്ച് കൂടിയ ബുദ്ധമതക്കാരുടെ ലോക സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു. 1951 ഭാരതീയ ബുദ്ധജന സംഘ് അദ്ദേഹം രൂപീകരിച്ചു. 1955 ബുദ്ധമഹാസഭ സ്ഥാപിച്ചു. 1956 ഒക്ടോബർ 14 നാഗ്പൂരിലെ കുശിനഗരിയിലുള്ള ആശ്രമത്തിലെ ബർമീസ് ബുദ്ധ സന്യാസിയിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് ഹിന്ദുമതം ഉപേക്ഷിക്കുകയും ബുദ്ധമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുകയും ചെയ്തു ശ്രീ അംബേദ്കർ. രാവിലെ 9 മണിക്ക് 14 ഏക്കർ വരുന്ന ദീക്ഷഭൂമിയിൽ നിന്നുകൊണ്ട് വൻ ജനാവലിയെ സാക്ഷിയാക്കി നിരുത്തകൊണ്ടം അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞാൻ ഹിന്ദുമതം ഉപേക്ഷിക്കുന്നു. തന്റെ മതം മാറ്റത്തിനുള്ള ആഹ്വാനത്തിന്റെ ഫലമായി 3 ലക്ഷത്തോളം പേരാണ് തന്നോടൊപ്പം മതപരിവർത്തനം നടത്തി ബുദ്ധമതം സ്വീകരിച്ചത്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഇവിടെ എത്തിയതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ഈ നാട്ടിലുണ്ടായത്. തന്റെ ശവസംസ്കാര ദിവസം 1.5 ലക്ഷത്തോളം പേർ ബുദ്ധമതത്തിലേക്ക് മതപരിവർത്തനം നടത്തി. കേരളത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും മതപരിവർത്തനം ചെയ്തവരാണ് എന്ന് നമുക്ക് കാണാം. കേരള ചരിത്രം എന്ന പുസ്തകത്തിൽ എ ശ്രീധരമേനോൻ പേജ് 114 പറഞ്ഞിരിക്കുന്നത്, മതപരമായ സങ്കുചിതത്വമില്ലാത്ത ദ്രാവിഡാചാരങ്ങളായിരുന്നു പ്രാചീന കേരളീയർ പിന്തുടർന്നിരുന്നത്. പിന്നീട് ജൈനമതവും ബുദ്ധമതവുമാണ് കേരളത്തിൽ സ്വാധീനം ചെലുത്തിയത്. ഇന്ന് നാം കാണുന്ന ഹിന്ദുമതം ഈ രൂപത്തിലും ഭാവത്തിലും ഈ നാട്ടിലുണ്ടാകുവാൻ തുടങ്ങിയത് സംഘകാലത്തിന്റെ അവസാനത്തോടുകൂടി മാത്രമാണ്. ഇന്നത്തെ കേരളം പ്രാചീന തമിഴകത്തിന്റെ ഭാഗമായിരുന്നു. ചരിത്ര കവാടങ്ങൾ എന്ന പുസ്തകത്തിൽ VVK വാലക് പേജ് 115 പറഞ്ഞിരിക്കുന്നത്, തമിഴക കേരളത്തിൽ സ്ഥാപിത മതങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ്. അവരുടെ ആരാധനാമൂർത്തികൾ തങ്ങളുടെ മരിച്ചുപോയ കാരണവന്മാരായിരുന്നു. ശവം മറവ് ചെയ്ത് ഒരു കല്ല് സ്ഥാപിച്ച് അതിൽ സന്ധിക്ക് തിരിവെച്ച് ആരാധിക്കുന്ന സമ്പ്രദായമായിരുന്നു ദ്രാവിഡ മതക്കാരുടേത്. മറിച്ച് ക്ഷേത്രത്തിൽ പോകുന്നതോ കർമ്മങ്ങൾ ചെയ്യുന്നതോ ആയ ആരാധനാ രീതി അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ വ്യവസ്ഥാപിതമായ രൂപത്തിൽ ഒരു ഹിന്ദുമതം ഉണ്ടായത് എന്ന ചോദ്യത്തിനാണ് ഇവിടെ പ്രസക്തി. കേരള ചരിത്രം പരശുരാമനിലൂടെ എന്ന പുസ്തകത്തിൽ തിരുവങ്ങാട്ട് C കൃഷ്ണക്കുറുപ്പ് പേജ് 10 പറഞ്ഞിരിക്കുന്നത്, അശോകന്റെ ഭരണം ആരംഭിച്ചതിന്റെ 17-ാം വർഷത്തിൽ ബുദ്ധ സന്യാസിമാരുടെ തീരുമാനമനുസരിച്ച് മതപ്രചരണാർത്ഥം 10 വിവിധ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം ബുദ്ധഭിക്ഷുക്കളെ അയച്ചു, അല്ലെങ്കിൽ മിഷണറിമാരെ അയച്ചു. അങ്ങനെ 2214 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ വടക്കും കിഴക്കും അതിർത്തി പ്രദേശങ്ങളായ കർണാടകത്തിലും മൈസൂരിലും ചെന്ന മതപ്രചാരകന്മാർ കേരളത്തിലും ബുദ്ധമതം പ്രചരിപ്പിച്ചു. എന്ന് മാത്രമല്ല, അശോകൻ നേരിട്ട് തന്നെ ചോള, പാണ്ഡ്യ, കേരളം എന്നീ ദ്രാവിഡ നാടുകളുമായി
ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. പേജ് 21 അദ്ദേഹം പറയുന്നത്, ബുദ്ധമതം കേരളത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഏകദേശം 7 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് നമ്പൂതിരിമാർ കേരളത്തിൽ പ്രവേശിക്കുന്നത്. പേജ് 28 AD 640 തഞ്ചാവൂരിലെ ശീർക്കാഴി ദേശത്തു നിന്നും സമ്മന്തമൂർത്തി എന്ന ബ്രാഹ്മണൻ മധുരയിലെത്തി ബുദ്ധഭിക്ഷുക്കളുമായി സംവാദം നടത്തി. തോൽക്കുന്ന കക്ഷി വധിക്കപ്പെടണം. 8000 ബുദ്ധഭിക്ഷുക്കളെ വൈകി നദീതീരത്ത് ശൂലത്തിൽ ജീവനോടെ നാട്ടി കൊന്നൊടുക്കി. ഇതിന്റെ ഓർമ്മയ്ക്കാണ് കഴുവേറ്റി തിരുവഴ എന്ന ഉത്സവം. കേരളം 5-6 നൂറ്റാണ്ടുകളിൽ എന്ന പുസ്തകത്തിൽ ഇളംകുളം കുഞ്ഞമ്പിള്ള പേജ് 163 2 തരം ബ്രാഹ്മണന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കച്ചവടത്തിനും മറ്റും കുടിയേറി പാർത്തവരും മതപ്രചരണത്തിനായി വന്നവരും. കച്ചവടത്തിനായി വന്ന ആളുകൾക്ക് ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക നിലയിൽ മാറ്റമൊന്നും വരുത്തുവാനോ സ്വാധീനം ചെലുത്തുവാനോ സാധിച്ചില്ല. എന്നാൽ 5-ാം നൂറ്റാണ്ട് മുതൽ ചാതുർവർണ്ണ്യം പ്രചരിപ്പിക്കുവാനായി ധാരാളം ബ്രാഹ്മണർ തെക്കേ ഇന്ത്യയിൽ എത്തിത്തുടങ്ങി. മറയോർ എന്നാണ് ഇവരെ സാധാരണയായി പറഞ്ഞിരുന്നത്. കത്തനാർ എന്ന് നമ്മൾ പറയുന്നത് പോലെ മതപ്രചാരകന്മാരെ കുറിക്കുവാൻ ബഹുമാനപൂർവ്വം ഉപയോഗിച്ചിരുന്ന പദമായിരുന്നു മറയോർ. ഇതിൽ നിന്നും എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? മതപരമായ നിർബന്ധങ്ങളോ ഒരു മതവ്യവസ്ഥിതിയോ ഇല്ലാതിരുന്ന കേരളീയരുടെ ഇടയിൽ ഗോപാലകൃഷ്ണന്റെ പൂർവികരായ ബ്രാഹ്മണന്മാരാൽ ഹിന്ദുമതം പ്രചരിപ്പിക്കപ്പെടുകയും മതം മാറ്റത്തിലൂടെ ആളുകൾ ഹിന്ദുക്കളാകുകയും ചെയ്തു എന്നല്ലേ? മതപ്രചരണം നടത്തിയ ആളുകളെ മതം മാറ്റിയ പൂർവികന്മാരുടെ പാരമ്പര്യമുള്ള ഗോപാലകൃഷ്ണൻ ആദ്യം തന്നെ പൂർവികന്മാർ നടത്തിയ മതപ്രചരണത്തെയും മതം മാറ്റത്തെയും മതപരിവർത്തനത്തെയും തള്ളിപ്പറയട്ടെ. പ്രൊഫസർ ഇളംകുളം കുഞ്ഞമ്പിള്ള തുടരുന്നു. തൊൽക്കാപ്യത്തെയും അതിനു മുൻപും പിമ്പുമുള്ള സംഘസാഹിത്യത്തെയും നോക്കിയാൽ AD 500 കാലം വരെ കേരളത്തിൽ 80% പേരും മതമൊന്നുമില്ലാത്തവരായിരുന്നു എന്ന് വ്യക്തം. ദ്രാവിഡ രീതിയിലുള്ള ആരാധനാ സമ്പ്രദായമായിരുന്നു അവർ പിന്തുടർന്നിരുന്നത്. കേരളം 5-6 നൂറ്റാണ്ടുകളിൽ എന്ന പുസ്തകത്തിൽ പേജ് 187 ബ്രാഹ്മണനായി ജനിച്ച മഹാകവി അശ്വഘോഷൻ ചാതുർവർണ്ണ്യത്തിൽ വെറുപ്പ് തോന്നി ബുദ്ധമതം സ്വീകരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അറിയപ്പെടുന്ന സംസ്കൃത കവികളുടെ കൂട്ടത്തിലൊന്നും അശ്വഘോഷനെ പെടുത്തിയിട്ടില്ല. മതപരിവർത്തനം നടത്തിയതിന്റെ വൈരാഗ്യമായിരുന്നു സവർണന്മാർക്ക് അദ്ദേഹത്തോട്. സന്ധിക്ക് നാമം ചൊല്ലുകയും മതഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്യുന്ന പതിവ് ഹിന്ദുക്കൾ ബുദ്ധമതക്കാരിൽ നിന്നും പഠിച്ചതാണ് എന്നുകൂടി പറഞ്ഞു വെച്ചു ഇളംകുളം കുഞ്ഞമ്പിള്ള പേജ് 187. കേരള ചരിത്രം പരശുരാമനിലൂടെ എന്ന പുസ്തകത്തിൽ തിരുവങ്ങാട്ട് C കൃഷ്ണക്കുറുപ്പ് പേജ് 30 പറഞ്ഞിരിക്കുന്നത് AD 4-5 നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ബുദ്ധമതത്തെ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കുന്നത്. സ്ത്രീ പുരുഷ ഭേദമിനെ അരുംകൊലകൾ നടത്തി ബലമായി മതപരിവർത്തനം നടത്തി. ക്രിസ്ത്യാനികൾ പണം കൊടുത്തും പാല് കൊടുത്തും പാൽപ്പൊടി കൊടുത്തും ബലമായി മതപരിവർത്തനം നടത്തുന്നു എന്നാക്ഷേപിക്കുന്ന ഗോപാലകൃഷ്ണൻ സ്വന്തം പൂർവികന്മാർ എത്ര ഹീനവും മനുഷ്യത്വരഹിതവുമായ നിലയിലാണ് ഈ നാട്ടിൽ മതപ്രചരണം നടത്തുകയും മതപരിവർത്തനം നടത്തുകയും ചെയ്തതെന്നുള്ള ചരിത്ര സത്യം മനഃപൂർവ്വം മറച്ചു പിടിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുന്നത്. ഗോപാലകൃഷ്ണന്റെ പൂർവികരായ സവർണന്മാരുടെ ഗതികേട് ക്രിസ്ത്യാനികൾക്കില്ല. വേദങ്ങൾ യാതൊരു ക്ഷേത്രത്തെ പറ്റിയും പറഞ്ഞിട്ടില്ല. ഭക്തി, പൂജ എന്നീ നിലയിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ വേദ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ട്രാവൻകൂർ ടെമ്പിൾ എൻട്രി റിപ്പോർട്ടിൽ സാഹിത്യ പഞ്ചാനകൻ PK നാരായണപിള്ള എഴുതി, ക്ഷേത്ര ആരാധനാക്രമം ബുദ്ധ വിപ്ലവങ്ങൾക്ക് മുൻപ് ഹിന്ദുമതത്തിന്റെ ഭാഗമല്ലായിരുന്നു. ഹിന്ദുയിസം ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മനുസ്മൃതി, വേദാസ് ആൻഡ് ഭഗവത്ഗീത എന്ന പുസ്തകത്തിൽ R രാമചന്ദ്രൻ പേജ് 13 പറഞ്ഞിരിക്കുന്നത്, ഹിന്ദുമതം ഒരു ഏക മതമല്ല, പല മതങ്ങളുടെയും സങ്കലനമാണ്. എന്നുവെച്ചാൽ ഇന്നത്തെ ഹിന്ദുമതം തന്നെ പല കാലഘട്ടങ്ങളിലൂടെ പരിവർത്തനത്തിന് വിധേയമായാണ് ഇന്നത്തെ രൂപത്തിലും ഭാവത്തിലും എത്തിച്ചേർന്നത്. സത്യത്തിൽ മതപരിവർത്തനത്തെ എതിർക്കുന്നവർ ഭാരതത്തിന്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയുമാണ് എതിർക്കുന്നത്. ലോക സമസ്ത സുഖിനോ ഭവതു എന്നത് ബ്രാഹ്മണ മതത്തിന്റെ തത്വശാസ്ത്രത്തിന് വിപരീതമാണ്. കാരണം ആ ലോകത്തിൽ ബ്രാഹ്മണൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ബ്രാഹ്മണന്റെ സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരും. നാം ചരിത്രം പഠിക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും മതപരിവർത്തനത്തെ എതിർത്തത് ജാതിയുടെയും ആചാരത്തിന്റെയും പേരിൽ മനുഷ്യനെ ചൂഷണം ചെയ്ത സവർണന്മാരായിരുന്നു. ബ്രിട്ടീഷുകാരന്റെ കാലുനക്കികളും ആത്മാഭിമാനമില്ലാത്തവരുമാണ് മതം മാറുന്നവർ എന്നാണ് ഇവിടെയുള്ള ചില ക്രൈസ്തവ വിരോധികൾ ഞങ്ങളെ ആക്ഷേപിക്കുന്നത്. എന്നാൽ ആരാണ് ബ്രിട്ടീഷുകാരന്റെ കാല് നക്കിയത് എന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇവിടെ ക്രൈസ്തവ വിരോധികൾ ആക്ഷേപിക്കുന്നത് പോലെ
ആരുടെയെങ്കിലും സമ്മർദ്ദം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ അല്ല ഞാൻ മതം മാറിയത്. യേശുക്രിസ്തു എന്ന സത്യദൈവത്താൽ രക്ഷകനാൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് ഞാൻ മതം മാറിയതും ക്രിസ്ത്യാനിയായി എൻ്റെ ജീവിതം ആരംഭിച്ചതും. ഈ ക്രിസ്തുവിനെ പോലെ പിൻപറ്റുവാൻ കൊള്ളാവുന്ന, അനുകരിക്കുവാൻ യോഗ്യനായ ഒരാളെയെങ്കിലും കാണിച്ചു തരുവാൻ സുവിശേഷ വിരോധികളായ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവരെ ഞാൻ വെല്ലുവിളിക്കുന്നു. ക്രൈസ്തവ വിരോധികൾ വലിയ കാര്യമായി പൊക്കിപ്പിടിച്ചുകൊണ്ടുവരുന്ന ഒരു സംഭവമാണ് കർവാപ്പസി. എന്റെ പൂർവികരെ മതത്തിന്റെയും ആചാരത്തിന്റെയും ജാതിയുടെയും പേരിൽ അടിമത്തത്തിൽ തളച്ചിടുകയും ചൂഷണം ചെയ്യുകയും ചെയ്ത ആ നരകതുല്യമായ വീട്ടിലേക്ക് തിരിച്ചു വരുവാൻ എനിക്ക് മനസ്സില്ല. സവർണന്റെ കാൽക്കീഴിൽ ആ പഴയ സവർണ മേധാവിത്വത്തിന്റെ മുൻപിൽ നട്ടുവല്ല വളച്ച് ഓച്ചാനിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നവർ കർവാപ്പസിയും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നോളൂ. അതെന്റെ അടുത്ത് കൊണ്ടുവരണ്ട. കാരണം എന്നെ മനുഷ്യനാക്കിയതും മനുഷ്യാവകാശങ്ങളുള്ളവനാക്കിയതും അസ്തിത്വബോധമുള്ളവനാക്കിയതും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്, സുവിശേഷം മാത്രമാണ്. ദൈവങ്ങളും മതകർമ്മങ്ങളും സവർണന്റെ കാൽക്കീഴിൽ കുത്തകയാക്കി വെച്ച നാട്ടിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എത്തിയതുകൊണ്ട് ഞാൻ ഇന്ന് മനുഷ്യനായി ജീവിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 38 മുതൽ 39 വരെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുവാൻ ആർക്കും ഒന്നിനും കഴിയുകയില്ല. അതുകൊണ്ട് ഗോപാലകൃഷ്ണനല്ല, അതിന്റെ അപ്പുറത്തോ വന്നാലും കർവാപ്പസി ഞങ്ങളുടെ അടുത്ത് വിലപ്പോവുകയില്ല. കാരണം യേശുക്രിസ്തുവിന്റെ സുവിശേഷം പോലെ സകല മനുഷ്യർക്കും പാപമോചനവും സമാധാനവും സന്തോഷവും പ്രതിദാനം ചെയ്യുന്ന മറ്റേതൊരു സന്ദേശമുണ്ട് ഗോപാലകൃഷ്ണനെ പോലെയുള്ള സുവിശേഷ വിരോധികളുടെ കയ്യിൽ? ഒരു മനുഷ്യനെന്ന നിലയിൽ ഞാൻ ഇന്ന് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല നന്മകൾക്കും പുരോഗതികൾക്കും അടിസ്ഥാനം യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഈ നാട്ടിൽ എത്തിയതുകൊണ്ടാണ്. ഇന്ന് ഞാൻ ജീവിതത്തിൽ പാപമോചനമുള്ളവനായി സന്തോഷവും സമാധാനവും ശാന്തിയും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ക്രൈസ്തവ വിരോധികളാകട്ടെ, യേശുക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരാകട്ടെ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ മുൻവിധികളില്ലാതെ അന്വേഷിക്കുകയും സത്യം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യണം. കാരണം യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മാത്രമേ മനുഷ്യന് പാപമോചനം പ്രദാനം ചെയ്യുവാനും യഥാർത്ഥ സന്തോഷവും സമാധാനം നൽകുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, യേശുക്രിസ്തുവിലൂടെ മാത്രം ലഭിക്കുന്ന പാപമോചനം കണ്ടെത്തുവാൻ, അങ്ങനെ തന്റെ സമാധാനവും ശാന്തിയും സന്തോഷവും അനുഭവിക്കുന്നവരായി തീരുവാൻ കർത്താവായ യേശുക്രിസ്തു നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. യേശുക്രിസ്തുവിന്റെ നാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.